ക്രിപ്റ്റോ ലേണിംഗ് സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള 3 വീഡിയോസിലും സീവേഴ്സ് എന്താണ്, എന്തൊക്കെ സെക്ഷൻസ് ആണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ആരെങ്കിലും നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് തന്നെ പോയി കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി വരില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് സെക്ഷനായ എക്സ്പ്ലോറിംഗ് എ ടു ഇസഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു സെക്ഷൻ കൂടുതലായിട്ടും പഠനത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റോ അല്ലെങ്കിൽ വെബ്3ക്കൊക്കെ അറൌണ്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് തന്നെ ഈ ഒരു സെക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു സ്പേസ് ഇത്തിരി വലുതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു സെക്ഷന് എൻഡിങ് ഇല്ലാത്തൊരു സെക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ പുതിയ ടോപ്പിക്സ് വരുന്നതനുസരിച്ച് നമ്മൾ അതെല്ലാം കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോവുക എന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ തംബ്നെയിലും ടൈറ്റിലൊക്കെ നിങ്ങൾക്ക് അത് കാണാം. എക്സ്പ്ലോറിംഗ് എ ടു ഇസഡ് എന്നുള്ള ആ ഒരു സെക്ഷൻ ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും മിസ്റ്റേക്സും മറവികളൊക്കെ ഉണ്ടാവാം. അതെല്ലാം തന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിലും ശക്തമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ ഞങ്ങൾ വിട്ടുപോകുന്ന ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ സജഷൻ ഓർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അത് നമ്മുടെ ടീം നോട്ട് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ടോപ്പിക്സ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലേണിംഗ് സീരീസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ എക്സ്പ്ലോറിംഗ് എ ടു ഇസഡ് എന്ന വിഷയത്തിലെ ആദ്യത്തെ പാഠം തന്നെ പഠിച്ചു തുടങ്ങാം. അതിനായിട്ട് നിങ്ങളൊരു നോട്ട്ബുക്ക് കയ്യിൽ എടുത്തു വെച്ചേക്കുക. ആൻഡ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് തന്നെ ഇവിടെ നിന്ന് പഠിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? So, welcome to the Crypto Learning Series. It's me, Julia, and you're watching Seaverse powered by Fancy. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. ചിലർ പറയും മൊബൈൽ ഫോൺ ആണെന്ന്, ചിലർ പറയും ഇന്റർനെറ്റ് ആണെന്ന്, എന്നാൽ മറ്റു ചിലർ പറയും വണ്ടിയാണ്, അല്ലെ വാഹനങ്ങളാണെന്ന്. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാണ് പണം. രാവിലെ ഒരു ചായ കുടിക്കണമെങ്കിൽ പണം വേണം. ബസ്സിൽ പോകണമെങ്കിലും പണം വേണം. പഠിക്കാനും ചികിത്സയ്ക്കും യാത്രയ്ക്കും വീട് വാങ്ങാനും എന്തിനേറെ പറയുന്നു, ഒരു ചെറിയ മിഠായി വാങ്ങണമെങ്കിൽ പോലും പണം വേണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ മിക്ക തീരുമാനങ്ങളും ഏതെങ്കിലും ഒരു രീതിയിൽ പണവുമായി ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പണം എവിടെ നിന്നാണ് വന്നത്? ആരാണ് ആദ്യമായി പണം ഉണ്ടാക്കിയത്? ഇന്ന് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന നോട്ടുകളും ഫോണിലൂടെ നമ്മൾ അയക്കുന്ന UPI പേയ്മെന്റുകളും ബാങ്കിലെ ബാലൻസും ഇതെല്ലാം എങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരമാണ് നമ്മുടെ ആദ്യത്തെ പാഠം. ക്രിപ്റ്റോയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പണത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരു പുതിയ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് പരിഹരിക്കാൻ ശ്രമിച്ച് പഴയ പ്രശ്നങ്ങളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്കൊന്ന് പോയി വരാം. അന്ന് ഈ ലോകത്ത് ബാങ്കുകളില്ല, ATMകളില്ല, ഡെബിറ്റ് കാർഡുകളില്ല, നാണയങ്ങളില്ല, നോട്ടുകളില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ സാധനങ്ങൾ വാങ്ങിയിരുന്നത്?
അക്കാലത്ത് ആളുകൾ ഓരോരുത്തരും ഓരോ ജോലിയായിരുന്നു ചെയ്തിരുന്നത്. ചിലർ കൃഷി ചെയ്തു, ചിലര് മത്സ്യം പിടിച്ചു, മറ്റു ചിലർ വസ്ത്രങ്ങൾ നെയ്തു. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും ഓരോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവർ ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇതിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഈ സിസ്റ്റത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരു ദിവസം കൃഷി ചെയ്യുന്ന ഒരാൾക്ക് മത്സ്യം വേണമെന്ന് കരുതുക. അയാൾ മത്സ്യത്തൊഴിലാളിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് മത്സ്യം വേണം. മത്സ്യത്തൊഴിലാളി ചോദിച്ചു, പകരം എനിക്ക് എന്ത് തരും? അപ്പോ കർഷകൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഗോതമ്പുണ്ട്. എന്നാൽ മത്സ്യത്തൊഴിലാളിക്ക് അപ്പോൾ ഗോതമ്പിന്റെ ആവശ്യമില്ലായിരുന്നു. അയാൾക്ക് വസ്ത്രങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? കർഷകന്റെ കയ്യിലും വിലയുള്ള സാധനമുണ്ട്, മത്സ്യത്തൊഴിലാളിയുടെ കയ്യിലും വിലയുള്ള സാധനമുണ്ട്. എന്നിട്ടും ഇവർക്ക് രണ്ടു പേർക്കും തമ്മിൽ ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാരണം രണ്ടുപേർക്കും ഒരേ സമയം പരസ്പരം വേണ്ട സാധനങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ അല്ല എങ്കിൽ നമുക്കിവിടെ ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല. ഇതായിരുന്നു മനുഷ്യൻ ആദ്യമായി നേരിട്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒന്ന്. ഈ രീതിയിലുള്ള കൈമാറ്റത്തെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമായി കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായ ഒരു സംവിധാനമായി തോന്നും. എന്റെ കയ്യിലുള്ളത് ഞാൻ തരാം, നിന്റെ കയ്യിലുള്ളത് പകരം നീ എനിക്ക് തരൂ. കേൾക്കാൻ വളരെ നല്ലൊരു ആശയമാണ്. പക്ഷേ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇത് കുറച്ചു കാലം പ്രവർത്തിച്ചേക്കാം. എന്നാൽ ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഈ രീതിയിൽ വ്യാപാരം നടത്താൻ കഴിയുമോ? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങണമെന്ന് കരുതുക. അതിന്റെ വിലയായി നിങ്ങൾ അരിച്ചാക്കുകൾ കൊടുക്കുവോ? അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങാനായി നിങ്ങൾ ആടുകളെ കൊണ്ടുപോവോ? ഇത് ഇന്നത്തെ ലോകത്ത് എത്രത്തോളം അസാധ്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയായിരുന്നു അന്നും ഈ സംവിധാനത്തിന്റെ പരിമിതികൾ മനുഷ്യൻ തിരിച്ചറിഞ്ഞത്. കൂടാതെ ബാർട്ടർ സിസ്റ്റത്തില് മറ്റൊരു വലിയ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ഒരു പശുവിന്റെ വിലയ്ക്ക് എത്ര കോഴിയെ കൊടുക്കണം? ഒരാടിന്റെ വിലയ്ക്ക് എത്ര ഗോതമ്പ് കൊടുക്കണം? ഇങ്ങനെ ഓരോ സാധനങ്ങൾക്കും ഓരോരുത്തരും പല രീതിയിൽ വിലയിടാനായിട്ട് തുടങ്ങി. അതിനാൽ സ്ഥിരമായ ഒരു വില എന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ എല്ലായിടത്തും ഏകദേശം ഒരേ വിലയായിരിക്കും. എന്നാൽ അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്ന് ഓരോ വ്യാപാരത്തിനും ഓരോ വിലയായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപാരം വളർന്നില്ല. അങ്ങനെ ആയപ്പോൾ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ മുമ്പോട്ട് പോയാൽ വ്യാപാരവും സമൂഹവും വളരില്ല എന്ന്. അപ്പോൾ പുതിയൊരു ചോദ്യം ഉയർന്നു. എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്ന, എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന, എല്ലാവർക്കും വിശ്വസനീയമായ ഒരു വസ്തു ഉണ്ടാകുമോ? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള മനുഷ്യന്റെ യാത്രയാണ് പണത്തിന്റെ യഥാർത്ഥ കഥ. അങ്ങനെ എല്ലാ ഇടപാടുകൾക്കിടയിലും നിൽക്കുന്ന ഒരു കോമൺ മീഡിയം വേണമെന്ന തീരുമാനത്തിൽ മനുഷ്യനെത്തി. അതായത്, ഒരു മീൻ വാങ്ങണമെങ്കിൽ എന്റെ കയ്യിലുള്ള ഗോതമ്പ് കൊടുക്കണ്ട, പകരം ഈ കോമൺ വസ്തു കൊടുത്താൽ മതി. അത് എല്ലാവർക്കും സ്വീകാര്യവുമായിരിക്കണം. അങ്ങനെ മനുഷ്യൻ പല വസ്തുക്കളെയും ഈ കോമൺ മീഡിയമായി പരീക്ഷിക്കാൻ തുടങ്ങി. ചില നാടുകളിൽ ഉപ്പ് വളരെ വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പിനെയായിരുന്നു അവർ കൈമാറ്റ വസ്തുവായിട്ട് ഉപയോഗിച്ചിരുന്നത്. മറ്റു ചില സ്ഥലങ്ങളിൽ കടൽ ചിപ്പിയായിരുന്നു. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ, വേറെ ചില സമൂഹങ്ങളിൽ ആടുകളെയും പശുക്കളെയുമായിരുന്നു വിലപ്പെട്ടതായി അവർ കണ്ടിരുന്നത്. അപ്പോ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോ വിചിത്രമായി തോന്നാം ഇന്ന്. എന്നാൽ അന്ന് അത് വളരെ ലോജിക്കലായിരുന്നു. കാരണം ആ വസ്തുക്കൾക്ക് ജനങ്ങൾ വില കൊടുത്തിരുന്നു. പക്ഷേ അവിടെയും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഉദാഹരണത്തിന്, നിങ്ങളൊരു യാത്ര പോകുമ്പോൾ പോക്കറ്റിൽ ഉപ്പ് നിറച്ചു കൊണ്ടുപോവോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വാങ്ങാനായി നിങ്ങൾ പോകുമ്പോൾ പശുക്കളെ നടത്തിക്കൊണ്ടുപോവോ? ഇതൊക്കെ അന്ന് അത്ര പ്രായോഗികമല്ലായിരുന്നു. അത് മാത്രമല്ല, ഉപ്പ് നശിച്ചു പോവും, ഭക്ഷണ സാധനങ്ങൾ കേടാകും, മൃഗങ്ങൾക്ക് രോഗം പിടിപെടും. അതിനാൽ സമ്പത്ത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. വീണ്ടും മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി. കൂടുതൽ കാലം നശിക്കാതിരിക്കുന്ന, കൊണ്ടുപോകാൻ എളുപ്പമുള്ള, ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും മൂല്യമുള്ള ഒരു വസ്തു ഉണ്ടോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി മനുഷ്യൻ എത്തിയത് ലോഹങ്ങളിലേക്കായിരുന്നു. ആദ്യം ചെമ്പ്, പിന്നീട് വെള്ളി, അവസാനം സ്വർണം. എന്തുകൊണ്ട് സ്വർണം? സ്വർണം എളുപ്പത്തിൽ നശിക്കില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും അതിന്റെ ഗുണം നഷ്ടപ്പെടത്തില്ല. ചെറിയ ചെറിയ ഭാഗങ്ങളായി നമുക്ക് മുറിക്കാനും പറ്റും. അതുപോലെ തന്നെ എളുപ്പത്തിൽ കൊണ്ടുപോകാനും സാധിക്കും. അതിനേക്കാൾ പ്രധാനം, അത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിന് മൂല്യം കൊടുത്തിരുന്നു.
അങ്ങനെയാണ് സ്വർണം പതിയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വെൽത്തിന്റെയും എക്സ്ചേഞ്ചിന്റെയും പ്രധാന മാർഗമായി മാറുന്നത്. സ്വർണം മനുഷ്യന്റെ വ്യാപാരത്തെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ലോകം വളർന്നതോടുകൂടി പുതിയ പ്രശ്നങ്ങളും ഉയർന്നു തുടങ്ങി. ഗ്രാമങ്ങൾ നഗരങ്ങളായി, നഗരങ്ങൾ രാജ്യങ്ങളായി, രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം ആരംഭിച്ചു. ഒരു വ്യാപാരി നൂറുകണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് സാധനങ്ങൾ വാങ്ങേണ്ട സാഹചര്യം വന്നു. പക്ഷേ അത്രയും ദൂരം സ്വർണം ചുമന്ന് യാത്ര ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. ഒരു ചെറിയ ഇടപാടിന് പോലും വലിയ ഭാരമുള്ള സ്വർണ്ണ കട്ടകൾ കൊണ്ടുപോകേണ്ടി വരും. അതുമാത്രമല്ല, കള്ളന്മാരുടെ ആക്രമണം, കൊള്ള, നഷ്ടപ്പെടൽ ഇതെല്ലാം തന്നെ വ്യാപാരികൾക്ക് വലിയ ഭീഷണിയായി. അപ്പോൾ മനുഷ്യൻ വീണ്ടും പുതിയ പരിഹാരം കണ്ടെത്തി. സ്വർണം മുഴുവനായല്ല, അതിന്റെ ചെറിയ ഭാഗങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെയാണ് സ്വർണം ഉരുക്കി ഒരേ അളവിലും ഒരേ തൂക്കത്തിലും നിർമ്മിച്ച ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇവയാണ് നമ്മൾ പിന്നീട് നാണയങ്ങൾ അഥവാ കോയിൻസ് എന്ന് വിളിച്ചത്. കാലക്രമേണ രാജാക്കന്മാർ ഈ നാണയങ്ങൾ ഔദ്യോഗികമായി നിർമ്മിക്കാൻ തുടങ്ങി. ഓരോ നാണയത്തിലും രാജ്യത്തിന്റെ മുദ്രയും രാജാവിന്റെ ചിഹ്നവും പതിപ്പിച്ചു. കാരണം ജനങ്ങൾക്ക് ഉറപ്പുണ്ടാകണം, ഈ നാണയത്തിൽ എഴുതിയിരിക്കുന്ന ഭാരം ശരിയാണെന്ന്, ഇതിലെ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ അളവ് ശരിയാണെന്ന്. അങ്ങനെ രാജാവിന്റെ മുദ്ര തന്നെ വിശ്വാസത്തിന്റെ അടയാളമായി മാറി. ഇനി വ്യാപാരം മുമ്പത്തേക്കാൾ എളുപ്പമായി. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപാരികൾ യാത്ര ചെയ്യാൻ തുടങ്ങി. സിൽക്ക്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ലോഹങ്ങൾ, രത്നങ്ങൾ ഇവയെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിത്തുടങ്ങി. വ്യാപാരവും സമ്പദ് വ്യവസ്ഥയും അതിവേഗം വളർന്നു തുടങ്ങി. പക്ഷേ ഈ സംവിധാനത്തിനും ഒരു വലിയ പരിമിതി ഉണ്ടായിരുന്നു. ഒരു വലിയ വ്യാപാരി ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളുടെ ഉടമയാണെന്ന് കരുതുക. അവയെല്ലാം വീട്ടിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല. യാത്ര ചെയ്യുമ്പോൾ ഒപ്പം കൊണ്ടുപോകുന്നതും അപകടമാണ്. അപ്പോൾ അവർ എന്തു ചെയ്തു? അവർ തങ്ങളുടെ സ്വർണവും വെള്ളിയും വിശ്വസനീയരായ ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് സൂക്ഷിക്കാൻ തുടങ്ങി. അന്ന് ഗോൾഡ് സ്മിത്ത് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നവർ മാത്രമായിരുന്നില്ല. ശക്തമായ ഇരുമ്പ് പെട്ടികളും സുരക്ഷിതമായ മുറികളും ഉണ്ടായിരുന്നതിനാൽ ആളുകൾ അവരുടെ സ്വർണം അവിടെ ഏൽപ്പിച്ചു. സ്വർണം സ്വീകരിച്ച ശേഷം ഗോൾഡ് സ്മിത്ത് ഒരു രേഖ നൽകും. ആ രേഖയിൽ ഇങ്ങനെ എഴുതിയിരിക്കും: നിങ്ങളുടെ പേരിൽ ഇത്ര അളവിൽ സ്വർണം ഞങ്ങളുടെ പക്കൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. ആദ്യമൊക്കെ ഈ രേഖ വെറും ഒരു രസീത് മാത്രമായിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു സാധനം വാങ്ങാൻ ഓരോ തവണയും ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് പോയി സ്വർണം എടുത്തോണ്ട് വരേണ്ട ആവശ്യമില്ല. പകരം ആ രസീത് തന്നെ മറ്റൊരാൾക്ക് കൈമാറിയാൽ മതി. കാരണം ആ രസീത് കൈവശമുള്ള ആർക്കും പിന്നീട് പോയി ആ സ്വർണം വാങ്ങാവുന്നതാണ്. അങ്ങനെ രസീത് കൈമാറ്റം ചെയ്യാൻ ആളുകൾ തീരുമാനിച്ചു. പതിയെ ജനങ്ങൾ സ്വർണത്തെക്കാൾ ആ രസീത് ഉപയോഗിക്കാനായി തുടങ്ങി. ഇവിടെയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാറ്റങ്ങളിൽ ഒന്ന് തുടക്കമാവുന്നത്. സ്വർണം ബാങ്കിലായിരുന്നു, എന്നാൽ കൈമാറ്റം നടന്നത് കടലാസിലൂടെ. ഇതായിരുന്നു പിന്നീട് പേപ്പർ മണി ജനിക്കാനുള്ള അടിത്തറ. പക്ഷേ ഈ കഥ അവിടെ അവസാനിച്ചില്ല. ഈ ഗോൾഡ് സ്മിത്ത്മാരാണ് പിന്നീട് ആദ്യകാലങ്ങളില് ബാങ്കുകളായി മാറിയത്. അവരുടെ ഒരു ചെറിയ തീരുമാനം ഭാവിയിൽ ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. അത് എന്തായിരുന്നു? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഗോൾഡ് സ്മിത്ത്മാര് ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്വർണം സൂക്ഷിക്കാൻ ആളുകള് ദിവസവും വരുന്നുണ്ട്, എന്നാൽ ഇതിനെ എല്ലാവരും ഒരേ സമയം തിരികെ വാങ്ങാനും വരുന്നില്ല. ചിലരുടെ സ്വർണം മാസങ്ങളോളം അവിടെ തന്നെ കിടക്കും, മറ്റു ചിലരുടേതോ വർഷങ്ങളോളം അനങ്ങാതെ തുടരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഗോൾഡ് സ്മിത്ത് ചിന്തിച്ചു, ഇത്രയും സ്വർണം വെറുതെ ഇവിടെ പെട്ടിക്കുള്ളിൽ കിടക്കുകയല്ലേ, എങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് സ്വർണം മറ്റൊരാൾക്ക് കടമായി കൊടുത്താൽ എന്താണ് പ്രശ്നം? കാരണം എല്ലാവരും ഒരേ ദിവസം തന്നെ തങ്ങളുടെ സ്വർണം തിരികെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അങ്ങനെ ഗോൾഡ് സ്മിത്ത്മാര് അവര് സൂക്ഷിച്ചിരുന്ന സ്വർണം പലിശയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായി തുടങ്ങി. കടം വാങ്ങുന്നവർക്ക് സ്വർണം നൽകി അവർ പലിശയോടുകൂടി അത് തിരികെ നൽകുകയും ചെയ്യും. അങ്ങനെ ഗോൾഡ് സ്മിത്ത്മാർക്ക് ലാഭം ലഭിക്കാൻ തുടങ്ങി. ഇതായിരുന്നു ചരിത്രത്തിലെ ആദ്യകാല ബാങ്കിംഗ് ബിസിനസ് മോഡലിന്റെ തുടക്കം. അങ്ങനെ അവർ വെറും സ്വർണം സൂക്ഷിക്കുന്നവർ മാത്രമല്ലാതെ പണം കടം കൊടുക്കുന്നവരുമായും മാറി. പക്ഷേ ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം ഒളിഞ്ഞിരുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരു ഗോൾഡ് സ്മിത്തിന്റെ കയ്യിൽ 100 കിലോ സ്വർണമുണ്ടെന്ന് കരുതുക. അതിൽ 80 കിലോ സ്വർണവും മറ്റുള്ളവർക്ക് കടമായി നൽകി.
അങ്ങനെയെങ്കിൽ ബാക്കി പെട്ടിക്കുള്ളിലുള്ളത് 20 കിലോ സ്വർണം മാത്രം. ഇതിനിടയിൽ തങ്ങളുടെ സ്വർണം വേണമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരേ സമയം വന്നാൽ എന്തു ചെയ്യും? അവരുടെ കൈവശം എല്ലാവർക്കും തിരികെ നൽകാനുള്ള ആവശ്യമായിട്ടുള്ള സ്വർണം ഉണ്ടാവുകയില്ല. ഇതായിരുന്നു പിന്നീട് പല ബാങ്കുകളും നേരിട്ട ഏറ്റവും പ്രധാനമായ പ്രശ്നം. ഇന്നും സാമ്പത്തിക ലോകത്ത് ബാങ്ക് റൺ എന്ന് വിളിക്കുന്ന അവസ്ഥയ്ക്ക് ഇതായിരുന്നു അടിസ്ഥാന ആശയം. എന്നാൽ ഈ രീതിക്ക് ഒരു ഗുണവും ഉണ്ടായിരുന്നു. ആളുകൾക്ക് ബിസിനസ് തുടങ്ങാൻ കടം ലഭിച്ചു, വ്യാപാരം വളർന്നു, നമ്മുടെ സമ്പദ് വ്യവസ്ഥയും വികസിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ലോകമെമ്പാടും വ്യാപിച്ചു. കാലക്രമേണ ഗോൾഡ് സ്മിത്തുമാരുടെ സ്ഥാനത്ത് ഔദ്യോഗിക ബാങ്കുകളും വന്നു. രാജ്യങ്ങൾ ബാങ്കുകളെ നിയന്ത്രിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു പുതിയ സ്ഥാപനവും രൂപീകരിക്കപ്പെട്ടു, സെൻട്രൽ ബാങ്ക്. ഒരു രാജ്യത്തിന്റെ പണവ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന സ്ഥാപനം. നമ്മുടെ ഇന്ത്യയിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI ആണ്. അമേരിക്കയിൽ ഫെഡറൽ റിസർവ്, മറ്റ് രാജ്യങ്ങൾക്ക് അവരുടേതായ സ്വന്തം സെൻട്രൽ ബാങ്കുകളും. ഇനി ഒരു വലിയ ചോദ്യം, ഈ ബാങ്കുകൾ അച്ചടിക്കുന്ന നോട്ടുകൾക്ക് എവിടെ നിന്നാണ് മൂല്യം ലഭിക്കുന്നത്? ഒരു സർക്കാരിന് എത്ര വേണമെങ്കിലും നോട്ടുകൾ അച്ചടിക്കാമോ? അതല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടായിരുന്നോ? സത്യത്തിൽ ഒരു കാലത്ത് നമ്മുടെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും കറൻസിക്ക് പിന്നില് സ്വർണമായിരുന്നു. അതായത് നമ്മളുടെ കയ്യിലുള്ള ഓരോ നോട്ടും വെറും കടലാസല്ല. അതിന്റെ മൂല്യമുള്ള സ്വർണം നമ്മുടെ രാജ്യത്തിന്റെ സർക്കാരിന്റെ കൈവശമുണ്ടായിരുന്നു. ഇതിനെയാണ് പിന്നീട് ലോകം ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിച്ചത്. ഇത് ആ കാലത്തെ ജനങ്ങൾക്ക് വലിയൊരു വിശ്വാസം നൽകി. കാരണം സർക്കാരിന് ഇഷ്ടമുള്ളത്ര പണം അച്ചടിക്കാൻ കഴിയില്ല. ആദ്യം അതിന് തുല്യമായ സ്വർണം ഉണ്ടായിരിക്കണം. പക്ഷേ ചരിത്രം വീണ്ടും വഴിമാറാൻ പോവുകയായിരുന്നു.